മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ XUV300 എന്ന് പറയുന്ന വാഹനമാണ് ഇപ്പം എൻ്റെ പിറകുവശത്ത് കാണുന്നത്. പക്ഷേ ഈ വാഹനത്തിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് എറാം എഡിഷൻ XUV300 എന്നാണ്. കാരണം സാധാരണഗതിയിൽ XUV300യുടെ W4 എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിനകത്ത് ഇല്ലാത്ത ചില സാധനങ്ങൾ അഡീഷൻ ചെയ്തിട്ട് 8,99,000 രൂപയ്ക്ക് മാത്രം അവൈലബിൾ ആവുന്ന ഈ വാഹനത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും എറാം എഡിഷൻ XUV300യുടെ പ്രത്യേക വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഹീന്ദ്രയുടെ XUV300 ശരിക്കും അഡൾട്ട് സേഫ്റ്റിയിൽ 5 സ്റ്റാറും ചിൽഡ്രൻസിൻ്റെ സേഫ്റ്റിയിൽ 4 സ്റ്റാർ റേറ്റിംഗും, അതായത് ഗ്ലോബൽ എൻക്യാപ്പ് ഒക്കെ പരിഗണിക്കുന്ന ആളുടെ കേസായിട്ടാണ് പറയുന്നത്. അത്രയും സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ്. മാത്രമല്ല മഹീന്ദ്രയുടെ ലൈനപ്പിൽ അത്യാവശ്യം നല്ല പേരുള്ള ഒരു വാഹനം കൂടിയാണ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് W4 എന്ന് പറയുന്ന ഇവരുടെ ബേസ് വേരിയൻ്റ് ആണ്. ഇതിനെ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റിനെ W6 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ വാഹനത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിനേക്കാളും 1.5 ലക്ഷം, അതായത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ കൂടുതലാണ് എന്ന് പറയാം. അങ്ങനെ വരുന്ന സമയത്ത് അതിനടുത്ത് പ്രധാനമായിട്ടും വരുന്ന വ്യത്യാസങ്ങളൊന്ന് അലോയ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ സ്പോയിലർ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇറാം എഡിഷൻ എന്ന് പറയുന്ന ഒരു എഡിഷനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന വില കേവലം 30,000 രൂപ മാത്രം കൂടുതലാണ്, അതായത് 8,99,000 രൂപ എന്നുള്ളതാണ്. ഇനി നമുക്ക് വീൽ കപ്പൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് XUV300യുടെ ആക്സസറീസിനെ നമുക്ക് ലോഡ് ചെയ്ത് കുറച്ചുകൂടി, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പല വാഹനങ്ങളും എടുത്തിട്ട് ഇപ്പോൾ അതൊക്കെ ഒരു ട്രെൻഡാണ്. ബേസ് മോഡൽ വാഹനങ്ങളൊക്കെ എടുത്തിട്ട് അതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വെക്കുന്നു, വീല് വെക്കുന്നു, സീറ്റ് കവർ അപ്ഗ്രേഡ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി വാഹന ലോകത്തേക്ക് ഇറക്കുന്ന ഒരു ട്രെൻഡാണ്. അപ്പം മഹീന്ദ്രയിലെ ഇറാം മോട്ടോഴ്സ് എന്ന് പറയുന്ന ഡീലർഷിപ്പ് അവരുടേതായിട്ടുള്ള ഒരു എഡിഷൻ ഇറക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി മാറ്റങ്ങൾ പറയാം. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഹനത്തെ പരിചയപ്പെടാം. ഗ്രില്ലും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു ഫ്രണ്ട് എൻഡ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആണ് രാത്രിയിലൊക്കെ കാണുന്ന സമയത്ത്. അത് നമ്മൾ പലപ്പോഴും അതിൻ്റെ ആ ഒരു വീഡിയോ പറഞ്ഞ സമയത്ത് പറഞ്ഞു. അതുപോലെ നമ്മുടെ വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂഫ് റെയിൽ, ഇത് W4 ആട്ടോ, അതിനകത്ത് സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ബേസ് വേരിയൻറ്റിനകത്ത് റൂഫ് റെയിലും സൺ റൂഫും കാര്യങ്ങളൊക്കെ വന്നു. സൈഡ് പ്രൊഫൈലൊക്കെ അത്യാവശ്യം നല്ല അല്ലേ, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പോയിലർ യൂണിറ്റ്, അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. 2 ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് വരുന്നുണ്ടല്ലേ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ക്യാമറനെയും കാണാൻ പറ്റും. മഹീന്ദ്രയുടെ ആ ഒരു പുതിയ ലോഗോ യൂണിറ്റ് XUV300 എന്ന് പറയുന്ന ബാഡ്ജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒരു നോസൊക്കെ പോലെ അല്ലേ, അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊള്ളാം. ഇനിയാണ് ഇതിനകത്തേക്ക് വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം, അതായത് മ്യൂസിക് സിസ്റ്റം. പക്ഷേ നിലവിൽ നമുക്ക് ആ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഭാഗം, ഡാഷ് ബോർഡുകൾ, അതുപോലെ നമ്മളെ അനലോഗ് ക്ലസ്റ്റർ, അതിനകത്ത് ആ ഒരു ഡിജിറ്റൽ പാർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിലേക്ക് കടക്കാം. മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് വരും. അതേപോലെ തന്നെ ഒരു 4 സ്പീക്കർ സൗണ്ട് സിസ്റ്റം വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ വോളിയം ഒന്ന് കേൾപ്പിക്കാം. ഏതോ ചൈനീസ് പാട്ടാണ്, ഒന്നും വിചാരിക്കണ്ട, സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ കുറച്ചൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ എൻക്യാപ്പിൽ അഡൽട്ടിൽ 5 സ്റ്റാർ, അതുപോലെ തന്നെ സേഫ്റ്റി റേറ്റിംഗിൽ, ചൈൽഡ് സേഫ്റ്റി റേറ്റിംഗിൽ 4 സ്റ്റാർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം സൺ റൂഫ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് കേവലം 9 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു സിംഗിൾ പാൻ സൺ റൂഫ് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ. ഇപ്പോൾ മഹീന്ദ്രൻ എഞ്ചിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. പെട്രോൾ ആണെങ്കിലും സ്റ്റാലിനും അതുപോലെ തന്നെ ഡീസലാവുന്ന സമയത്ത് എംഹോക്കും ഒക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ആ 2 എഞ്ചിനുകൾ പെട്രോളിനകത്തും ഡീസലിനകത്തും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ W6 എന്ന് പറയുന്ന വേരിയൻറ്റ് വാങ്ങുന്ന സമയത്ത് 1.5 ലക്ഷം രൂപ അധികം കൊടുക്കുന്നതിന് പകരം അതിനകത്തുള്ള ആവശ്യമുള്ള ഫീച്ചേഴ്സിനൊക്കെ അതിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരു W4 തന്നെ എടുക്കാം. അതിന് നമ്മൾ കേവലം 30,000 രൂപയോളം മാത്രമാണ് അധികം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 10 ലക്ഷം രൂപ ഇറക്കാമെങ്കിൽ വീലിൻ്റെ അലോയ് വീൽ ഡിസൈനൊക്കെ കയറ്റി നമുക്കൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വാഹനമായിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇറാം എഡിഷൻ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരും. അതായത് മഹീന്ദ്രൻ്റെ ഒറിജിനൽ ആക്സറീസൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു വാഹനം 10 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇറാം മോട്ടോഴ്സിനെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ട്രെൻഡാണ്. ബേസ് വേരിയൻ്റ് എടുത്ത് കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ കയറ്റി വാല്യൂ ഫോർ മണി ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നല്ലൊരു ട്രെൻഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പല ആളുകളും, എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.